Hi friends, Laly's Worldയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ പലരുടെയും ഒരു പ്രശ്നമാണ് മുടിയുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ചിലന്ന് കിടക്കുക. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് നമ്മൾ ചീകിയ പോലെ അല്ലാതെ ഇതായിട്ട് കിടക്കും. അതിനൊക്കെ സാധാരണ എല്ലാവരും ചെയ്യാറ് ഹെയർ സ്പ്രേ അടിക്കാറുണ്ട്. പിന്നെ അതേപോലെ കേൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ചിലപ്പം നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് കേൾ ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അയൺ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിന് സാധാരണ ഓരോരുത്തർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യാറുണ്ടെങ്കിലും അതിന് തക്കതായ ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്നത് ഇത് മൂസ് എന്ന് പറയും. പലർക്കും അറിയത്തില്ല, ചിലർക്കെങ്കിലും അറിയാമായിരിക്കാം മൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹെയർ ഏത് രീതിയിൽ വേണേൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് സ്പ്രേയെക്കാട്ടിലും നല്ലതാണ്. നമുക്ക് വോളിയം കുറവുള്ള കാരണം തിന്നായിട്ടുള്ള മുടിക്ക് വരെ നമ്മൾ വോളിയം കൂട്ടി കാണിക്കാനൊക്കെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നോവ ഗോൾഡിൻ്റെ മൗസാണ്. ഇത് അവൈലബിൾ ആണ്, ഷോപ്പിലെല്ലാം അവൈലബിളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അത് നമുക്ക് അയണറും പിന്നെ ക്രിമ്പറും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊരു ഫോം ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ സോപ്പ് നമ്മൾ സോപ്പ് പതയുമ്പോൾ നല്ല പത വരത്തില്ലേ, അതേപോലെ ആയിരിക്കും ഇതിനകത്ത് ലിക്വിഡ് വരേണ്ടത്. ചിലപ്പം ചിലതിനകത്ത് അങ്ങനെ വരത്തില്ല, നല്ലപോലെ ഷെയ്ക്ക് ചെയ്തില്ലെങ്കിൽ അങ്ങനെ കിട്ടില്ല. ഇതേപോലെ ബേസ് ഇത് വേണം എടുക്കാൻ. എടുത്തതിന് ശേഷം നമ്മൾ ആ മുടിയെ ആ ഫോം നമ്മൾ എവിടെ സ്ട്രെയിറ്റൻ ചെയ്യണോ ആ ഭാഗത്ത് നമ്മളതിന് തേപ്പിച്ച് പിടിക്കും. കുറേശ്ശെ പോർഷനായിട്ട് വേണം എടുക്കാൻ. അതിന് ശേഷം അയണർ യൂസ് ചെയ്ത് ഇതേപോലെ അയൺ ചെയ്യാം. ഇതേപോലെ അയൺ ചെയ്താൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ കിടന്നോളും. ഇതാണ് അയൺ വെച്ച് ചെയ്യുന്നത്. ഇനി ഞാനത് കേളിങ് മെഷീൻ വെച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കേൾ ചെയ്യാൻ വേണ്ടി ഞാൻ മൗസ് കുറച്ചെടുത്തു. അത് നമുക്ക് എത്ര ലെങ്ത് വരെ കേൾ വേണോ അവിടെ വരെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. മൗസ് പുരട്ടി അതിന് ശേഷം എൻഡിൽ വെച്ചതിന് ശേഷം ഫോൾഡ് ചെയ്യണം. എത്രയും ലെങ്ത് വരെ നമുക്ക് കേളിങ് മേളി വരെ വേണോ അത്രയും നമ്മൾ ചുറ്റി കൊടുക്കുക. ചൂടാക്കിയതിന് ശേഷം സ്വല്പം കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടി അതൊന്ന് ഇത് ചെയ്യണം. അതിനുശേഷം പെതുക്കന് നമ്മൾ ലൂസാക്കി കൊടുക്കുക. ഇതേപോലെ കളിയും നമുക്ക് ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫോം ബേസ്ഡ് സ്വല്പം എടുക്കുക. മൂസ് കുറച്ചെടുത്തു. അത് നമ്മുടെ തല ചീകുന്ന കോമ്പിൻ്റെ സൈഡിലിങ്ങനെ പല്ലിലിങ്ങനെ പെട്ടുക. അതിനുശേഷം നമ്മൾ ചീകി വെച്ചേക്കുന്ന ഇവിടെ ഇങ്ങനെ ചീകി ഒതുക്കി കഴിഞ്ഞാൽ അതവിടെ തന്നെ ഇരുന്നോളും. ഇതേപോലെ സെറ്റാക്കിയേക്കും. ഈ മൂസ് പുരട്ടിക്കുന്ന വൈറ്റ് കളർ അങ്ങനെ ഇരിക്കത്തില്ല, അത് അതിനകത്തങ്ങ് കളറങ്ങ് മാറിക്കോളും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതങ്ങ് മാറും, കുറഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.